എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ജൂൺ 15-ാം തീയതി പ്രസിദ്ധീകരിക്കുന്നതാണ്. ജൂൺ 16-17 തീയതികളായിട്ടായിരിക്കും വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുക? നിങ്ങൾക്ക് സ്കൂൾ അല്ലെങ്കിൽ കോഴ്സ് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംശയത്തിനുള്ള ഉത്തരം മാത്രമാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ 5 ഓപ്ഷൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതായത് 5 ഓപ്ഷൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 5 ഓപ്ഷൻ കൊടുത്ത സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ ഫസ്റ്റ് ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടി. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആ ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴ്സിലാണ് ആ ഒരു വിദ്യാർത്ഥി ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കോഴ്സാണ് കിട്ടിയത് എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് സാധാരണഗതിയിൽ കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് ട്രാൻസ്ഫറിൽ അപേക്ഷിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ പിന്നീട് എപ്പോഴാണ് അപേക്ഷിക്കാൻ പറ്റുക എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സെക്കൻഡ് ട്രാൻസ്ഫറിനാണ് അപേക്ഷിക്കാനായിട്ട് പറ്റുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അടുത്തതായിട്ട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമായിരിക്കും, എനിക്ക് സെക്കൻഡിലോ അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിലോ ആണ് എനിക്ക് ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയത്, അപ്പോൾ എനിക്ക് അപേക്ഷിക്കാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ അതല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിലോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് ട്രാൻസ്ഫറിന് തന്നെ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു ഫസ്റ്റ് ട്രാൻസ്ഫറിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരിക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റോ അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റോ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം. അപ്പോൾ സെക്കൻഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് ഡിസ്ട്രിക്ട് ട്രാൻസ്ഫറാണ്. അത് ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ എന്നാണ് അത് അറിയപ്പെടുന്നത്. അതായത് ഈ ഒരു ജില്ലാനന്തര ട്രാൻസ്ഫർ എന്നും മലയാളത്തിൽ അതിനെ പറയുന്നുണ്ട്. അതായത് ആ ഒരു ട്രാൻസ്ഫറിൽ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ മാറാം, അതുപോലെ തന്നെ കോഴ്സ് മാറാം, സ്കൂളും കോഴ്സും രണ്ടും മാറാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴ്സ് സെയിം സ്കൂളിൽ തന്നെ കോഴ്സ് മാറാം. അതുപോലെ തന്നെ ജില്ലാ ട്രാൻസ്ഫർ ആയതുകൊണ്ട് തന്നെ മറ്റൊരു ജില്ലയിലെ മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് മാറാം, അതല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലെ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്ക് മാറാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫർ ഓപ്ഷനുകൾ നൽകാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കും മുമ്പായിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷ കൊടുക്കണം എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ട്രാൻസ്ഫർ കിട്ടിയ ശേഷമായിരിക്കും എനിക്ക് വേണ്ട, എൻ്റെ ഫ്രണ്ട്സൊക്കെ എവിടെയാണ്, അപ്പോൾ എനിക്ക് അങ്ങോട്ടേക്ക് പോകണം, ഇനി വീണ്ടും പറ്റുമെന്നൊക്കെ ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞ ശേഷം പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം ട്രാൻസ്ഫറിന് അപേക്ഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു ഫസ്റ്റ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാനായിട്ട് പറ്റാതിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് സെക്കൻഡ് ട്രാൻസ്ഫർ ആയിട്ടുള്ള ഡിസ്ട്രിക്ട് ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. സെക്കൻഡ് അലോട്ട്മെൻറ്റോ തേർഡ് അലോട്ട്മെൻറ്റോ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് പ്രോബ്ലം ഇല്ല ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്നതിനായിട്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ സെക്കൻഡ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സമയത്ത് ഏകദേശം ഒരു ഫസ്റ്റ് സപ്ലിമെൻ്ററിക്ക് ശേഷമൊക്കെ ആയിരിക്കും സെക്കൻഡ് ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസ്ഫറിൻ്റെ അപേക്ഷ യാതൊരു കാരണവശാലും എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതുപോലെ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റദ്ദ് ചെയ്യുന്നതിനോ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറിന് ഓപ്ഷൻ വയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളിലേക്കും സ്കൂളുകളിലേക്കും മാത്രമേ ട്രാൻസ്ഫർ വെച്ചിട്ടുള്ളൂ എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.